വെൽക്കം ബാക്ക്. നമുക്ക് ഈ എഗ് മസാല റോസ്റ്റ് ഉണ്ടാക്കി നോക്കിയാലോ. ഞാൻ എടുത്തിരിക്കുന്നത് 4 മുട്ടയാണ്. പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്കതിൽ കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. 2-3 ഏലക്കായി, ഒരു ഭക്ഷണയില ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാളയുടെ കളറൊക്കെ ഒന്ന് കുറച്ച് മാറുന്നിടം വരെ നമുക്കത് ഇളക്കി കൊടുക്കണം. ഒരു ഗോൾഡൻ കളറ് ചെറുതായിട്ടാവണം. നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 തക്കാളിയും ഒരു 10 കാഷ്യൂനട്ടുമാണ് എടുത്തേക്കുന്നത്. നമുക്കതൊന്ന് അരച്ച് വയ്ക്കാം. നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്കിതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന കാഷ്യൂനട്ട് തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലതായിട്ട് ശരിക്കും ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാല ചേർക്കാം. കുറച്ച് മല്ലിയില ചേർക്കാം. എന്നിട്ട് നമുക്കിത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. മസാല അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് വീണ്ടും നമുക്കിതൊന്ന് വഴറ്റിയിട്ട് കുറച്ച് സമയത്തേക്ക് നമുക്കിതൊന്ന് അടച്ച് വെക്കണം. ഒരു 5-10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് അടച്ച് വെക്കണം. അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇച്ചിരി കസൂരി മേത്തി ഇട്ട് കൊടുക്കുവാണ്. ഇതിലേക്ക് ഒരു സ്പൂണ് ഫ്രഷ് ക്രീം ഇട്ട് കൊടുക്കുവാണ്. അത് ഓപ്ഷനിലാണ്, നമുക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പം നമ്മുടെ മസാലയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുള്ളതുപോലെ തോന്നി. ഞാൻ ഒരു 1/2 സ്പൂണും കൂടെ ഉപ്പ് ചേർക്കുവാണ്. നിങ്ങൾ മസാലയുടെ എല്ലാം ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ അന്നേരം ചേർത്താൽ മതി. മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മുട്ട ഓരോന്ന് പൊട്ടിച്ച് ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് ഒന്നേ തൊടാതെ വേണം നമ്മളത് ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ ഒരു 2-3 പച്ചമുളക് അരിഞ്ഞ് ഓരോ ഭാഗത്ത് ഇട്ട് കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമ്മളത് ഒരു 2-3 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിക്കണം. നമ്മുടെ എഗ്ഗ് മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ലതാണ്. ഞാനിത് ബ്രെഡിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കമൻറ്റും ഇടണം. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.